السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بالله. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സാദാത്തുക്കൾ, ആദം സാദിയുടെ ശിഷ്യന്മാർ, മുഹിബ്ബീങ്ങൾ, വിവിധ തരങ്ങളിലുള്ള ആളുകളാണ് ഇവിടെ മേളിച്ചിട്ടുള്ളത്. ആദം സാദി, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ആദം എൻ്റെ ശരീക്ക് മാത്രമല്ല, എൻ്റെ ഒരു കൂട്ടുകാരനും എൻ്റെ ബാപ്പ പ്രസവിക്കാത്തൊരു സഹോദരനുമാണ് അദ്ദേഹം. ഈ ചിർത്തട്ടി നാട്ടിൽ ആദമിനെ മുദരിസാക്കി, ആദം ഉസ്താദിനെ കൊച്ചാക്കി പറയല്ല, ഞാൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാവൂ. ഈ ചിർത്തട്ടി നാട്ടിലേക്ക് മുദരിസാക്കി ക്ഷണിക്കാൻ വേണ്ടി ഞാനന്ന് ഇവിടെ ഖത്തീബാണ്, ചിർത്തട്ടിയിൽ ഖത്തീബാണ്, അഥവാ ഖുത്ബക്ക് വരും എല്ലാ മാസവും. അത് കോളേജിൽ ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങനെയാണ്, 4 ഖുത്ബ ഒരു മാസത്തിൽ. അന്ന് 100 റുപ്യ തരും. കാദിറാജിക്കൊക്കെ അള്ളാഹു അവർക്കൊക്കെ ദറജ ഉയർത്തട്ടെ. നമ്മൾ ചൗക്കർച്ച കാദിറാജിക്കൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ അന്ന് 100 റുപ്യ എനിക്ക് വലിയ പൈസയാണ്. എന്തേ, ഉള്ളാളത്തുനിന്ന് ആദൂരിലേക്ക് എത്തണമെങ്കിൽ ബസ്സിന് പൈസ പോകണം 4, അപ്പോൾ 25 റുപ്യ വേണം ഒരാഴ്ചക്ക്. ബസ്സിന് പൈസ അന്നൊരു 5 6 റുപ്യ മതി, ബാക്കി പൈസ ഉണ്ടാവുമല്ലോ. അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളൊക്കെ തഹസീലായി വന്ന് കോളേജിൽ പോകുമ്പോൾ നേരെ പള്ളങ്കോടുന്ന് 6 പേരാണ് ഞങ്ങൾ ശരീക്കുമാർ. അതിൽ ആദം സാദി ഉസ്താദ് മൺമറമ്പിൻ്റെ അള്ളാഹു ദറജ ഉയർത്തുമാരാകട്ടെ. ബാക്കി എല്ലാവരും ഇന്ന് ഹയാത്തിലുണ്ട്. അവരെല്ലാവരും സാദിയായി പോയി. അപ്പം ഞാൻ ഉസ്താദോട് പറഞ്ഞു, എനിക്ക് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ പള്ളങ്കോട് ഉസ്താദും കാനക്കോട് ഉസ്താദുമാണ് അവിടുത്തെ ഉസ്താദ്. കാനക്കോട് ഉസ്താദ് ഇവിടെ ഒന്ന് ഉസ്താദായി, അങ്ങനെയാണ് ഞാൻ പള്ളങ്കോട് എത്തുന്നത്. അപ്പോൾ ഉള്ളാളത്തേക്ക് സമ്മതം തരണമെന്ന് പറഞ്ഞപ്പോൾ PA ഉസ്താദും സമ്മതിച്ചു, കാനക്കോട് ഉസ്താദ്. അങ്ങനെ ഞാൻ കോളേജിൽ ഉള്ളാളത്തും പോയി, ഇവർ സാദിയിലും പോയി. അങ്ങനെ ഇവരെല്ലാവരും സാദിയായിട്ട് വന്നു, ഞാൻ മദനിയായിട്ടും വന്നു. വന്നപ്പോൾ എല്ലാവർക്കും മുദരിസാണ്ടേ. കാസർഗോഡ് ചാല, ബെദ്രയിൽ മുദരിസായിട്ട് എന്നെ ക്ഷണിച്ചു. ഞാൻ പോയി ഒക്കെ നോക്കി. എന്നെ വലിയ ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ കാണാനും ഒക്കെ ഉണ്ടല്ലോ, നല്ല താടിയും ഒക്കെ ഉണ്ട്. അങ്ങനെ വയ്യേ ആദം ഉസ്താദ് എനിക്ക് എവിടെയും സ്ഥലമാകുന്നില്ല. കാരണം ആദം ഉസ്താദ് കാണാനൊന്നുമില്ല, ജനങ്ങളങ്ങനെയല്ലേ, വലിയ താടിയില്ല, ഒന്നുമില്ല, സംസാരിക്കാനും വലിയ ഇതില്ലല്ലോ. അവസാനം പള്ളങ്കോട് ഉസ്താദിനോട് വിളിച്ചിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും തങ്ങൾ ഹിക്മത്ത് പ്രയോഗിച്ച് ആദനെ വിടണ്ട. ഉസ്താദ് ആദനെ വിളിക്കല, ആദമെന്നല്ല, വിശുദ്ധത്തിൽ വിളിക്കൽ എങ്ങനെയാണ്, ആദനെ എന്തെങ്കിലും ഒരു സ്ഥലമാക്കി കൊടുക്കണം. അപ്പോൾ തങ്ങളെന്നെ എങ്ങനെ നേരിട്ട് പോയാലും ആയി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി. അന്ന് ഒരു കുഞ്ഞി മാഷ് എന്ന് പറയുന്ന ഒരാളാണ് അവിടുത്തെ സെക്രട്ടറി. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ട്, ഇപ്പോൾ ഉണ്ടല്ലേ. അദ്രഹ്മാൻ കുഞ്ഞി മാഷിനോട്, അയാൾ മാഷാണല്ലോ, അയാളോട് ഈ ആദം ഉസ്താദിൻ്റെ എല്ലാ ഫളായിലുകളൊക്കെ പറഞ്ഞ്, കിതാബ് തിരിയുന്ന കാര്യവും ദർസിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ തൽക്കാലം എവിടെ ഇപ്പം നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് ഞാൻ പള്ളിപ്പോയിൽ നിന്നു. അപ്പം അയാളോട് അപ്പം ഉദ്ദേശിച്ചിട്ടുണ്ടായിട്ടില്ല, അതാ കള് പറഞ്ഞതല്ല, ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മുദരിസിനെ ഞാൻ തരുന്നെന്ന് പറഞ്ഞിട്ട് ആദം ഉസ്താദിനെ അവിടെ ഏൽപ്പിച്ചു. അവിടെ എത്രയോ വർഷം നിന്നു എന്നാ തോന്നുന്നു. എത്ര വർഷം നിന്ന്? 4 വർഷം അവിടെ നിന്നു. അങ്ങനെ പിന്നീട് ഞങ്ങൾക്കിവിടെ ചിർത്തട്ടി ഒരു മുദരിസ് വേണം. മുദരിസ് ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ നാട്ടുകാരനും കൂടി, അന്ന് ഇവിടുത്തെ പ്രസിഡൻറ്റും കൂടിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, കുറച്ച് സമയമായിരുന്നു, നാട്ടുകാരനും കൂടി ഞാനേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ആദം ഉസ്താദിന് പ്രസംഗിക്കാനൊന്നും കഴിയില്ലല്ലോപ്പാ. ഞാൻ പറഞ്ഞു, പ്രസംഗിക്കാനല്ല ഞാനുണ്ട്, ഞാൻ നിങ്ങളുടെ നാട്ടുകാരനല്ലേ, നല്ല ദർസ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിർത്തട്ടിയിൽ കൊണ്ടിട്ടു ആദം ഉസ്താദിനെ.
അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആദം എൻ്റെ ഉമ്മ പ്രസവിക്കാത്തൊരു സഹോദരനാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ കഷ്ടങ്ങളും വിഷമങ്ങളും നഷ്ടങ്ങളും ബേജാറുകളും സന്തോഷങ്ങളും ഒക്കെ കല്യാണം കഴിയുന്ന സമയം വരേക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പങ്കുവച്ചിരുന്ന വലിയൊരു ആത്മീയ സുഹൃത്തായിരുന്നു ബഹുമാനപ്പെട്ട ആദം സഅദി നബ്ബറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഉലൂമി. നല്ല കിതാബ് തിരിയുന്ന ഒരാളാണ്. ഞങ്ങൾ പള്ളങ്കോട് ഓതുമ്പോൾ 2ാം ദർസിൽ കിതാബ് തുഹഫൊക്കെ ആദം ഉസ്താദും ഷുക്കൂർ, പിന്നെ ഒന്ന് ഷുക്കൂർ ഉസ്താദാ തിരുവട്ടൂരുള്ള ഷുക്കൂർ, ഇവരിങ്ങനെ ഇരുന്ന് പഠിക്കും. അപ്പോൾ പി എ ഉസ്താദ് എന്നെ വലിയ ശ്രദ്ധിക്കൂല എന്ന് പറഞ്ഞാൽ തങ്ങളല്ലേ എങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഞാൻ മുതലെടുത്തുകൊണ്ട് ഞാൻ വേഗം കിടന്നുറങ്ങും. അപ്പം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആദം എന്ത് ചെയ്യും, എനിക്ക് ഉറങ്ങാനുള്ള വിരിപ്പും തലേണെല്ലാം വിരിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ആദം ഓതാൻ പോക്ക്. അതാ ഞാൻ പറഞ്ഞത്, എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞത്. അതിന് ഞാൻ നേരത്തെ കിടന്നുറങ്ങും, സ്വബഹിക്കും അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ആദം ഉസ്താദ് ഒരു വിധത്തിൽ എൻ്റെ ഒരു ഖാദിമും എൻ്റെ ഒരു മുറബ്ബി എന്ന് വേണമെങ്കിൽ പറയാം. എല്ലായ്പ്പോഴും കിതാബുകൾ എന്തെങ്കിലും തിരിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ആദം ഉസ്താദിനോട് ആ ചോദിക്കൽ. ഉസ്താദിൻ്റെ പാണ്ഡിത്യം എത്രമാത്രം ഉണ്ടെന്ന് ശിഷ്യന്മാർക്ക് ചിലപ്പോൾ അറിയില്ല. ഞാൻ പറയാം, ഒരിക്കലും ഞങ്ങൾ പി എ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ ഉസ്താദ്, നമ്മളെ കാവുട്ടിയുടെ ഉപ്പ പള്ളങ്കോട് ഉസ്താദ്, ഞാൻ, ആദം, ഞങ്ങൾ 2-3 പേര്, ഞാനും ആദമും ബാക്കിൽ, ഉസ്താദ് എതിരിലൊരു സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് സഞ്ചരിക്കുക. ഒരു മസ്അല ഞാൻ എന്താണെന്ന് ഇപ്പോൾ ഓർക്കുന്നില്ല. മസ്അല ഒരു ജമാഅത്തിനെ പറ്റി, ജമാഅത്ത് ഇഖ്തിദാഇന്റെ ഒരു മസ്അലയാണ്. അപ്പൊ ഉസ്താദ് ഇങ്ങനെ മസ്അല എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഉസ്താദ് മറുപടി പറഞ്ഞു. അപ്പൊ ആദം പറഞ്ഞു, ഉസ്താദെ അത് അങ്ങനെയല്ല, ഫത്ഹുൽ മുഈനിലെ ലഫ്ള് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഉസ്താദ് മറുപടി എന്നോട് പറഞ്ഞപ്പോ ആദം അതിന് താറുതായി പറഞ്ഞു, ഉസ്താദെ ഫത്ഹുൽ മുഈനുള്ളത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് അങ്ങനെ ആദമേ ഫത്ഹുൽ മുഈനിൽ അങ്ങനെ എന്നാ മസാല ഇങ്ങനെയാണ് തങ്ങളെ എന്ന് പറഞ്ഞിട്ട് അതിന് പറഞ്ഞതിന് എന്താക്കി തിരുത്തി. അപ്പൊ ലഫുലംബി ലഫുല് ആദമിന്റെ തഹ്കീക്ക് അങ്ങനെയായിരുന്നു. മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ ആദ്യം നല്ല, പിന്നീട് എനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ലാസ്റ്റ് മൊമെന്റിൽ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ പറയുമ്പോ ഞാൻ പറയും ഒന്ന് പറയണ്ട എഴുതിത്താന്ന് പറയും. പിന്നീട് ഞാനും ആദം ഉസ്താദുള്ള സംഭാഷണം എങ്ങനെ വെച്ചാൽ മൂപ്പര് എഴുതിയിട്ട് നല്ല എഴുത്താ. ആദമിന്റെ എഴുത്ത് നല്ല ഇങ്ങനെ മുട്ടയായിട്ട് എഴുതും. മലയാളമാണെങ്കിലും അറബി ആണെങ്കിലും നല്ല എഴുത്താണ്. എൻ്റെ കിതാബിൽ ഇപ്പോഴും കുറേ ആദമിന്റെ കുറേ എഴുത്തുകൾ ഇപ്പോഴും കാണാം. നല്ല എഴുതിയിട്ട് എന്തു കാര്യങ്ങളുടെ കൊടുത്തയക്കും, മുത്തഅല്ലിമീങ്ങളുടെ കയ്യിൽ. എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്നോട് പറയുമായിരുന്നു. അങ്ങനെയുള്ളൊരു ബന്ധം, ഞാൻ പറഞ്ഞില്ല ആത്മീയ ബന്ധമെന്ന്. അവസാനം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അങ്ങനെ മജ്ലിസിലായിരുന്നു അല്ലേ, ഇവിടുന്ന് വിട്ട് പിന്നെ മജ്ലിസിലായിരുന്നു. അതും വലിയ രസമാണ്. ഇവിടുന്ന് വിട്ടപ്പോ ആദമിന് എവിടെയും ദർസ് കിട്ടുന്നില്ല, ദർസില്ല. അന്ന് മജ്ലിസിൽ ദർസില്ല, തുടങ്ങിയിട്ടില്ല, മജ്ലിസിന്റെ തുടക്കം മാത്രമാണ്. അപ്പോ നമ്മുടെയൊക്കെ അഭിവന്യ നേതാവ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സഖാഫ് ടി വി ഉമ്പുത്തങ്ങൾക്ക് വലിയ ഹുബ്ബുള്ള ഒരു മനുഷ്യനാണ് ആദം. വലിയ ഹുബ്ബുള്ള ഒരാളാണ് നമ്മൾ ആദം സയ്യിദ് സാഹിബ്. എന്നോട് പറഞ്ഞു, മജ്ലിസിൽ ഒരു ദർസ് തുടങ്ങണം, ദർസ് തുടങ്ങിയിട്ട് ആദമിനെ മുദരിസാക്കണം, ശമ്പളം ഇല്ലെങ്കിൽ ഞാനാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാളും ഇല്ല, ശമ്പളം ഇല്ലെങ്കിൽ ഞാൻ തരാം. അങ്ങനെ അന്ന് എനിക്ക് തോന്നുന്ന 1000 രൂപ ആദ്യമായി സംഭാവനയായി ബഹുമാനപ്പെട്ട ഉമ്പുത്തങ്ങൾ തന്ന് എന്നെ കൊണ്ട് ദർസ് തുടങ്ങിപ്പിച്ചത്, ആദമിന് ദർസ് തുടങ്ങിപ്പിച്ചത് പിന്നെ ഉമ്പുത്തങ്ങളാണ്. അങ്ങനെ കുറേ വർഷക്കാലം ആദം നമ്മുടെ മജ്ലിസിൽ മുദരിസായിരുന്നു. വലിയൊരു നീണ്ട ചരിത്രമാണ്. എൻ്റെ പ്രിയപ്പെട്ട സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ആലിമ്, ആ ആലിമിന്റെ കഴിവ് എത്രയുണ്ട്, അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ് 10 വർഷം കഴിയുമ്പോൾ എന്നോ അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു നാട്ടിൽ
ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഇന്നത്തെ ഭക്ഷണമൊക്കെ ഇവിടുത്തെ നാട്ടുകാരുടേതാണെന്ന് ഞാൻ അറിഞ്ഞത്. അത്രമാത്രം ഒരേ സ്ത്രീകൾ ഇങ്ങനെ കടന്നു വരികയാണ്. എന്തിന്? നമ്മൾ ആദം ഉസ്താദിന്റെ ആണ്ട്. അങ്ങനെയല്ലേ പണ്ടേ പറയലെങ്ങനെ? ആദം ഉസ്താദിനെ അറിയാത്ത ഒരൊറ്റ പെണ്ണുങ്ങൾ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ, അല്ലേ? ആദം ഉസ്താദിനെ അറിയാത്ത ഒരൊറ്റ ആളുകൾ ഉണ്ടാവില്ല. പാല് വേണം ആദമിന്, എല്ലായിടത്തും പാല് കൊടുത്തേക്കും. അന്നൊക്കെ പശു ഉണ്ടായിരുന്ന കാലാണ്. അങ്ങനെ ഈ നാട്ടിന്റെ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന ഒരു മനുഷ്യനാണ് ആദം. ഇനി ഇവിടുന്ന് വിട്ടിട്ട് മജ്ലിസിൽ നിന്നപ്പോഴോ അപ്പോഴും ആദം ഉസ്താദ് ഈ നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ സാധാരണക്കാരോട് ഞാൻ സൂചിപ്പിക്കുന്നത്, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിയൻ ഔ മുഹിബ്ബൻ ലാ തകുൻ ഖാമിസ എന്ന് പറഞ്ഞാൽ കുൻ ആലിമൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആലിമാകാനാ പറഞ്ഞത്. ഇനി ഞമ്മക്ക് ആലിമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ മക്കളെങ്കും ആലിമാക്കണം. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞിട്ട് കാണാം, മക്കളെ ആലിമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പുള്ളി മക്കളെങ്കും ആക്കണം എന്ന്. ഇപ്പൊ കുറെ വയസ്സന്മാരുണ്ട്, ഇനി മക്കളൊക്കെ വലുതായി ദുബൈയിലൊക്കെ പോയി, ഇനിയിപ്പോൾ അവർക്ക് ആലിമാക്കാൻ കഴിയില്ല. എന്നാൽ ഒരു പുള്ളിനെ പിടിച്ചിട്ടെങ്കിലും അവിടെ നല്ല ദർസിൽ കൊണ്ടാക്കിയിട്ട് ആലിമാക്കണം. അങ്ങനെ ആലിമാക്കിയാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ത്? ഇതായി തന്നെ. അത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു. ഇതായി തന്നെ എന്ത്? ഈ ആദം ഉസ്താദ് എവിടുന്ന് വിട്ടുപിരിഞ്ഞിട്ട് മരിച്ചിട്ട് 10 കൊല്ലായിട്ടും എല്ലാവരുടെ നാവും തുമ്പിൽ ആദം ഉസ്താദ്, ആദം ഉസ്താദ്, ആദം ഉസ്താദ്, ആദം ഉസ്താദിന് ഫാത്തിഹ, ആദം ഉസ്താദിന് ഖത്മ്, ആദം ഉസ്താദിന് തഹ്ലീൽ, ആദം ഉസ്താദിന് സദഖ. ഓ, എന്തൊരു സുന്ദരമായി ആ ബർസഖിയായ ജീവിതത്തിൽ ആദം ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നു, ആദം ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. ഇത്രയും മഹത്വമുണ്ടാകാൻ കാരണം അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ഇൽമാണ്. അപ്പൊ അതുകൊണ്ട് ചിർത്തട്ടിയിൽ ആലിമീങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണുന്നു. അതുകൊണ്ടാണ് ചിർത്തട്ടിക്കാരോട് മാത്രമല്ല, എന്റെ മുമ്പിലിരിക്കുന്ന മുഅ്മിനീങ്ങളായ എല്ലാവരോടും ഞാൻ പറയുന്നത്, മുതഅല്ലിമീങ്ങളായ ആദം ഉസ്താദിന്റെ ശിഷ്യന്മാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സാധാരണ ഒരാണ്ട് നേർച്ച എല്ലാവരും ഒത്തുകൂടി ഒരു കൊല്ലത്തിൽ കഴിച്ചാൽ മാത്രം പോരാ. എന്നും ആദം ഉസ്താദിനെ സ്മരിക്കപ്പെടുന്ന, ഓർക്കപ്പെടുന്ന, ആദം ഉസ്താദിന് പ്രതിഫലം കിട്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു സ്ഥായിയായ സ്ഥാപനം നിങ്ങൾ ഉണ്ടാക്കണം. അതിനുള്ള എല്ലാ പിന്തുണയും എന്താ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദം എന്ന് പറയുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠ, എന്നാട്ടി 1 വയസ്സിന് മൂത്തതാണ്. എന്നാട്ടിയും പ്രായത്തിൽ 1 വയസ്സിന് മൂപ്പുണ്ട്. അപ്പോ ഈ വിഷയം വന്ന് നമ്മളെ റഫീഖ് സൈദിയും പിന്നെ നമ്മളെ മദനിയുമാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ആദം ഉസ്താദിന്റെ ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് മജ്ലിസിൽ വെച്ചുകൂടെ എന്ന് ചോദിച്ചു. നിങ്ങൾക്കൊക്കെ ഫ്രീ ആയി കിട്ടുമല്ലോ, സ്റ്റേജ് വേണ്ട, മൈക്ക് വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ പറഞ്ഞു, ഏതായാലും അവിടെ പറഞ്ഞിട്ടായി, എന്നാ പറയും മാറണ്ട, എന്റെ മഹൽ തന്നെയാണ്, മാറണ്ട എന്നും പറഞ്ഞു. അപ്പൊ ഏതായാലും ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും ഒക്കെ ചട്ടീന്ന് പോയി അടിക്കാരക്ക് എന്ന് പറഞ്ഞ പോലത്തെ കഥയാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പിന്നെ ആദം ഉസ്താദിന് ഇപ്പൊ നമ്മളെ പ്രഗത്ഭനായ ഒരു ശിഷ്യനാണ് നമ്മളെ ജലാൽ തങ്ങള്. നല്ല കഴിവുള്ള മനുഷ്യനാണ്. എൻ്റെ ഒരു അഞ്ജനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരുപാട് ശിഷ്യന്മാർ ആദവനുണ്ട്. ഇവിടെ കൂടിയവരും കൂടാത്തവരും ഉണ്ടാവും. അവരോടൊക്കെ ഒത്തുചേർന്ന് ഒരു കൂടിയാലോചന നടത്തി ആദം ഉസ്താദിനെ പോലെയുള്ള പ്രതിഭകൾ എന്നും മനുഷ്യന്റെ ഹൃദയത്തിൽ സൂക്ഷിപ്പുള്ളവരാണ്, മനുഷ്യന്റെ ഹൃദയത്തിൽ ഹയാത്തുള്ളവരാണ്. ഹയ്യും ഫീ ഖുലൂബിന എന്ന് പറഞ്ഞ പോലെ ആദം ഇപ്പോഴും ഹയ്യും ഫീ ഖുലൂബിന, നമ്മുടെ ഖൽബിൽ ഹയാത്തുള്ളവരാണ് ആദം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും ആദം ഉസ്താദിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത്, അതൊക്കെ ചെയ്യണം. വലിയ പൈസ തരണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഫാത്തിഹ ആദം ഉസ്താദിന് ഓതാ. ആദമിന്റെ അടുത്ത് ഓതാത്ത ഈ ചെറുപ്പക്കാരായ ആളുകൾ ആരും ഉണ്ടാവില്ല. കാരണം ദർസിലുണ്ടാകുമ്പോൾ അങ്ങനെയാണ് ആദ്യകാലത്തൊക്കെ. എല്ലാവരും ആദം ഉസ്താദിന്റെ ശിഷ്യന്മാരാ, അല്ലേ? ഇവിടെ എത്ര കുട്ടികളുണ്ടായി തങ്ങളുണ്ടാകുമ്പോ? 40ന്റെ മേലെ 50 കുട്ടികളൊക്കെ ഉണ്ടായി. ഞാനിവിടെ ഓതിയ ആളാണ്. ഞാൻ ചിർത്തട്ടിയിൽ 3 വർഷം ഓതിയ ആളാണ്.
ബഹുമാനപ്പെട്ട പരപ്പ അല്ല പാത്തൂർ ഇബ്രാഹിം ഉസ്താദ്, കാനക്കോട് ഉസ്താദ്, ഇവരൊക്കെ എൻ്റെ ഉസ്താദ്മാരെ ഈ ദർസ് പഠിച്ചാലാണ് ഞാൻ. അപ്പോ ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. നമ്മളെ സുലൈമാൻ പോലെ ഇവരൊക്കെ സൈദിയിൽ ശരീക്കന്മാരാണ്. നമ്മൾ ചമ്മാഞ്ഞി എന്നാ വിളിക്കലെന്ന് നെല്ലിക്കുന്നിലുണ്ടായിരുന്നു ഞാൻ കുറച്ച് സമയം. നല്ല വാല്യൂ പറയുന്നു. ഇപ്പം എങ്ങനെ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. കുറച്ചൊക്കെ അസുഖമായിരുന്നു, അള്ളാഹു താല ആഫിയത്ത് ഏറ്റേറ്റി കൊടുക്കട്ടെ. പിന്നീട് വന്ന മുദരിസാണ് നമ്മളെ ചങ്കളം പൈസ ഉസ്താദ്. ഞങ്ങളൊക്കെ ഇവിടെ ചെറുതിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു വഴികാട്ടിയും ഞങ്ങളുടെ എല്ലാ വിധത്തിലുള്ളൊരു നേതാവുമായിരുന്നു. ഇപ്പോഴും അൽഹംദുലില്ലാ അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാരണം പറഞ്ഞിട്ടെങ്കിലും ഇങ്ങോട്ട് വരുന്നത് നമുക്ക് വലിയ അനുഗ്രഹീതമാണ്, വലിയ സന്തോഷമാണ്. എല്ലാ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചങ്കളം പൈസ ഉസ്താദ് ഞങ്ങളോട് കൂടെ ഉണ്ടാവും. അങ്ങനെ എപ്പോഴും ഉണ്ടാകണം എന്നൊരു അഭ്യർത്ഥനയും കൂടി നടത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആദമുസ്താൻ്റെ ശിഷ്യന്മാരും, ഞാൻ കാണാത്തത് കൊണ്ടോ എന്നറിയില്ല, ഇപ്പം മാത്രം ചിലപ്പോൾ അന്ന് പണ്ട് പോയി ഇപ്പം മാത്രം വന്നവരും ഉണ്ടാവും. അങ്ങനെ ആകരുത്. ഇടയ്ക്ക് വന്നിട്ട് ഒന്നൊക്കെ നിങ്ങളുടെ ഓതി പഠിച്ചതല്ലേ, അന്ന് വെയിച്ചിരുന്ന വീടുകളുണ്ടാവും. ആ വീട്ടിലൊക്കെ പോയി ഒന്ന് ഉമ്മാന്നൊക്കെ വിളിച്ച്, അന്ന് മരിച്ചവരാണെങ്കിൽ ആ ഉമ്മാക്ക് വേണ്ടി ഒന്ന് ദുആയിരുന്നു. അന്നത്തെ ഒന്ന് ചിലപ്പോൾ ഇപ്പൊ പോകുമ്പോൾ പരിചയം കിട്ടാത്ത മക്കളുണ്ടാവും. അപ്പൊ പറയാ പണ്ട് ഞങ്ങളുടെ 4 കൊല്ലം വെയിച്ചാലാണ്, 4 കൊല്ലം ഭക്ഷണം കഴിച്ചാലാണെന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് ദ്വാരന്നിട്ടൊക്കെ വരിക എന്ന് പ്രത്യേകമായി എൻ്റെ പ്രിയപ്പെട്ട ആദമുസ്താദിന്റെ ശിഷ്യന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ. ഈ പവിത്രമായ ആയാത്തുകളെ കൊണ്ട് ഈ പ്രൗഢമായ യോഗം ഉദ്ഘടിച്ചതായി നിങ്ങളൊക്കെ അറിയിക്കുന്നു. ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല, കാരണം നമ്മളെ ജലാൽ തങ്ങൾ വിളിച്ചപ്പം തന്നെ എനിക്ക് മനസ്സിലായിന് മറ്റന്ന രാവിലെ എനിക്കൊന്ന് ഉംറക്ക് പോകണമെന്നുണ്ട്. നാളെ രാവിലെ കുറേ പരിപാടിയുണ്ട്. പിന്നെ വലിയ ആരോഗ്യമില്ല. 2 ദിവസം ഈയിടെ എനിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്ന് പേടിയും പോകാലെ പുരയിൽ തന്നെ മഗ്‌രിബിൽ തന്നെ ഭക്ഷണവും കഴിച്ച് സുഗറിൻ്റെ മരുന്നും കുടിച്ച് ഒരു 9 മണിയാകുമ്പോൾ ഏതായാലും കിടക്കണം എന്നുള്ള. അപ്പം ഞാൻ വിളിച്ചപ്പോൾ വലിയ സന്തോഷമായി. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെ. അപ്പം നേരത്തെ സൂഫി ഉസ്താദിനോട് വിളിച്ചിട്ട് പറഞ്ഞത് തങ്ങൾ 8 മണിക്ക് എത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജലാൽ തങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഏതായാലും ഈ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇൻഷാ അല്ലാഹ് വലിയ സന്തോഷമായി. എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഇബാറത്ത ലഹു അത്രയും സന്തോഷമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.